BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കും. റിയാസ് എഗ്രിമെന്റ് വെക്കണം, വെല്ലുവിളിയുമായി PV അൻവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ UDF വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനവുമായി ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ. 140 അംഗ നിയമസഭയിൽ 89 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് അൻവർ പറഞ്ഞു. തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് ജില്ലകളിൽ BJP വോട്ട് UDFന് കിട്ടി. റിയാസ് ബേപ്പൂരിൽ തോൽക്കും. 65,000-ൽ കൂടുതൽ വോട്ട് റിയാസിന് കിട്ടില്ല. ബേപ്പൂരിൽ തോറ്റാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് നടക്കും. തോറ്റാൽ മൊട്ടയടിക്കുവാൻ റിയാസ് എഗ്രിമെന്റ് വെക്കണം. ബേപ്പൂരിൽ 25,000 വോട്ട് ഭൂരിപക്ഷം നേടുമെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർത്തി ഇഷ്ടക്കാരെ ഉയർന്ന റാങ്കുകളിൽ എത്തിച്ചു. പോലീസ് ട്രെയിനിംഗ് കോളേജിലെ പരീക്ഷയിൽ അട്ടിമറിയെന്ന് പരാതി. പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടത്തിയ പരീക്ഷയിൽ അട്ടിമറിയെന്ന് പരാതി. ചോദ്യപേപ്പർ ചോർത്തിയും മാർക്ക് ദാനം ചെയ്തും ഇഷ്ടക്കാരെ ഉയർന്ന റാങ്കുകളിൽ എത്തിച്ചെന്ന് ആരോപിച്ച് പോലീസുകാർ DGPക്ക് പരാതി നൽകി. എന്നാൽ പരാതി തള്ളി റാങ്ക് പട്ടികയുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ട്രെയിനിംഗ് കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥർ. പോലീസിലെ പരിശീലനവും സെമിനാറുകളും അടക്കം നടത്തുന്ന വിഭാഗമാണ് തിരുവനന്തപുരം തൈക്കാടുള്ള പോലീസ് ട്രെയിനിംഗ് കോളേജ്. സ്റ്റേഷൻ ഡ്യൂട്ടിയും ക്യാമ്പ് ഡ്യൂട്ടിയും ഒഴിവാക്കുവാനായി ഇവിടെ കയറിക്കൂടുവാൻ പോലീസുകാരുടെ തള്ളു കൂടിയതോടെയാണ് ഡെപ്യൂട്ടേഷനുള്ള പരീക്ഷ നടത്തി ആളെ എടുക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെ ആദ്യമായി നടത്തിയ പരീക്ഷ അട്ടിമറിച്ചെന്നാണ് ആരോപണം. ചിൽട്ടൺ റെഫ്രിജറേഷന്റെ ഡ്യുവൽ പർപ്പസ് ACക്ക് KMA സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ പുരസ്കാരം. കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിൽ തണുപ്പിനൊപ്പം ചൂടുവെള്ളവും ലഭ്യമാക്കുന്ന ചിൽട്ടൺ റെഫ്രിജറേഷന്റെ ഡ്യുവൽ പർപ്പസ് ACക്ക് കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ പുരസ്കാരം. കൊച്ചി താജ് വിവാന്തയിൽ നടന്ന 4ാമത് KMA ഗ്രീൻ പാസ് സസ്റ്റൈനബിലിറ്റി ഉച്ചകോടിയിൽ പ്രൊഡക്ട്സ് വിഭാഗത്തിലാണ് കമ്പനിക്ക് പുരസ്കാരം ലഭിച്ചത്. ചിൽട്ടൺ റെഫ്രിജറേഷൻ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ PG ചിൽ പ്രകാശ്, ഡയറക്ടർ വിവേക് ചിൽ പ്രകാശ് എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വേനൽ മഴ ശക്തമാകും. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വേനൽ മഴ ശക്തമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. മെയ് 2 വരെ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. മുൻ താരങ്ങൾ വരെ പ്രസിഡന്റിനെതിരെ രംഗത്ത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭരണം ഇനി സർക്കാർ നോക്കും. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭരണം ഏറ്റെടുത്ത സർക്കാർ 7 വർഷമായി തുടർച്ചയായി ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന ഷമി സിൽവയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാജിവെച്ചതോടെയാണ് ബോർഡ് സർക്കാർ ഏറ്റെടുത്തത്. നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. വിവാദങ്ങൾ അവസാനിക്കാത്ത പശ്ചാത്തലത്തിലാണ് ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെച്ചത്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിയന്ത്രണം താൽക്കാലികമായി കായിക വകുപ്പിന്റെ കീഴിലായിരിക്കുമെന്നും ഇടക്കാല കമ്മിറ്റിയെ ഉടൻ നിയോഗിക്കുമെന്നും കായികമന്ത്രി സുനിൽ കുമാര ഗമാഗെ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബംഗളൂരുവിൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടം. കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ച KC വേണുഗോപാൽ. ബംഗളൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിക്കുകയും 3 മലയാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ KC വേണുഗോപാൽ MPയുടെ ഇടപെടൽ. കർണാടക മുഖ്യമന്ത്രിയുമായി KC വേണുഗോപാൽ ആശയവിനിമയം നടത്തി. അപകടത്തിൽ പരിക്കേറ്റവർക്ക് ലഭ്യമായ എല്ലാ ചികിത്സയും മറ്റ് സൌകര്യങ്ങളും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരവും നൽകണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. 45 വർഷം നഗരസഭ ഭരിച്ച CPIM ആണ് 3 മാസം മാത്രമായ ഭരണസമിതിയെ വിമർശിക്കുന്നത്. വി ശിവൻകുട്ടി വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം. VV രാജേഷ്. 45 വർഷം നഗരസഭ ഭരിച്ച CPM ആണ് 3 മാസം മാത്രമായ ഈ ഭരണസമിതിയെ വിമർശിക്കുന്നതെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. വ്യാജ പ്രചാരണങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിയും BK പ്രശാന്തും അവസാനിപ്പിക്കണം. വിളപ്പിൽ ശാലയ്ക്ക് പകരം എന്ത് സംവിധാനമാണ് VK പ്രശാന്ത് ഒരുക്കിയത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. എങ്ങനെ ഭരിക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്ക് നിർദ്ദേശം തരാൻ ആളുണ്ടെന്നും VV രാജേഷ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.